വഖഫ് നിയമ ഭേദഗതി ഒരു മതത്തിനെതിരല്ലെന്നും മുസ്ലിങ്ങളിലെ ദരിദ്രർക്ക് ഉൾപ്പെടെ ഗുണകരമാകുന്ന മാറ്റമാണെന്നുമാണ് കേന്ദ്ര സർക്കാരും BJPയും മുന്നോട്ട് വയ്ക്കുന്ന ആഖ്യാനവും ന്യായീകരണവും. നിയമ ഭേദഗതി അടിമുടി മുസ്ലിം വിരുദ്ധമാണെന്ന നിലപാടാണ് എതിർഭാഗത്തുള്ള മുസ്ലിം സംഘടനകൾക്കും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും. വഖഫ് ബൈ യൂസർ വ്യവസ്ഥയിലെ പ്രശ്നങ്ങളാണ് നിയമത്തെ എതിർക്കുന്നവർ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. വഖഫ് മതാചാരം എന്ന അടിസ്ഥാന വിശ്വാസം പോലും തള്ളുകയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. എല്ലാ മതത്തിലുമുള്ള ചാരിറ്റി പ്രവർത്തനം മാത്രമാണ് വഖഫ് എന്നാണ് ന്യായീകരണം. വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. സുപ്രീം കോടതി തീരുമാനം ഹർജിക്കാർക്ക് അനുകൂലമായാലും കേന്ദ്രത്തിന് അനുകൂലമായാലും ഏറെ നിർണായകമാണ്. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനാണ് വഖഫ് ഭേദഗതി നിയമമെന്നൂന്നിയാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വാദിച്ചത്. വിവിധയിടങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയ ശേഷമാണ് ഭേദഗതികൾ വരുത്തിയതെന്ന വാദത്തിലും കേന്ദ്രം ഉറച്ചു നിൽക്കുകയാണ്. വഖഫ് ബൈ യൂസർ വ്യവസ്ഥയിലെ മാറ്റത്തിലൂടെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയാണ് കേന്ദ്രത്തിന്റെ ഉദ്ദേശമെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു നടപടിക്രമവുമില്ലാതെ ഏറ്റെടുക്കാൻ അധികാരം നൽകുന്നതാണ് നിയമ ഭേദഗതിയെന്നും ഏതൊരാൾക്കും വഖഫ് സ്വത്ത് കയ്യേറി തർക്കം ഉന്നയിക്കാനാവുമെന്നും ഹർജിക്കാർ പറയുന്നു. നടപടിക്രമങ്ങളില്ലാതെ വഖഫ് സ്വത്ത് ഏറ്റെടുക്കാനാകുമോ എന്ന് വാദത്തിനിടെ സുപ്രീം കോടതി ചോദിച്ചു. കളക്ടർ സമിതിയിൽ വരുന്നതോടെ സർക്കാരിനായി തീരുമാനമെടുക്കുമെന്ന ആശങ്കയാണ് ഹർജിക്കാർക്കുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാദമെന്നാണ് കേന്ദ്ര നിലപാട്. നിയുക്ത ഉദ്യോഗസ്ഥൻ സ്വത്തിന്റെ അന്തിമ തീരുമാനമെടുക്കുന്നില്ലെന്നും തർക്കം ഉന്നയിക്കുന്നവർക്ക് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ അവസരമുണ്ടാകുമെന്നും കേന്ദ്രം പറയുന്നു. വഖഫ് നിയമ ഭേദഗതി തള്ളിയോ അംഗീകരിച്ചോ ഒരു വിധി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്നുണ്ടാകും. നിയമ ഭേദഗതി കോടതി തള്ളുകയാണെങ്കിൽ അത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ നാഴികക്കല്ലാകുന്ന വിധിയാകും. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ വാദം കോടതിയിൽ വന്നത് നിയമ ഭേദഗതിയിൽ സ്റ്റേ പാടില്ല, പാർലമെന്റിന്റെ അധികാരത്തിന് എതിരാകും അത് എന്നതിൽ ഊന്നിയായിരുന്നു. വഖഫ് ഇസ്ലാമിക സങ്കല്പമെങ്കിലും അനിവാര്യമായ മതാചാരമല്ല. വഖഫ് ഇസ്ലാമിലെ ചാരിറ്റി ആണ്. എല്ലാ മതവും ദാനധർമ്മം അംഗീകരിക്കുന്നുമുണ്ട്. ചാരിറ്റിയെ ഒരു മതത്തിൻ്റെയും അവശ്യ നയമായി കാണാനാവില്ല. വഖഫ് രജിസ്ട്രേഷൻ 1923 നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. വഖഫ് വിവരം നൽകുന്നത് സംബന്ധിച്ച വ്യവസ്ഥ 1923, 1954 നിയമങ്ങളിലുമുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം രജിസ്ട്രേഷൻ 6 മാസം സമയം നൽകുന്നുണ്ട്. വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥ മൗലികാവകാശമായി കാണാനാകില്ല. വഖഫാണെന്ന് രജിസ്റ്റർ ചെയ്യാതെ അവകാശവാദം ഉന്നയിക്കരുത്. വഖഫ് ബോർഡിനുള്ളത് മതേതരമായ ഉത്തരവാദിത്വങ്ങൾ മാത്രമാണ്. ഉത്തരവാദിത്വങ്ങൾ നോക്കി നടത്തിപ്പും രജിസ്റ്റർ സൂക്ഷിക്കലും ഓഡിറ്റിങ്ങുമാണ്. അതിനാൽ ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് പ്രശ്നമാകില്ല എന്നാണ് സർക്കാർ വാദിക്കുന്നത്. ഷിയ, സുന്നി, പിന്നോക്ക മുസ്ലിം വിഭാഗങ്ങൾക്ക് വിശാല പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഈ നിയമത്തിലൂടെ കഴിയും. മുത്തവല്ലി കാര്യസ്ഥ ജോലി മതപരമായ സ്ഥാനമല്ല എന്ന് മുൻ ഉത്തരവുകളുണ്ട് എന്നുകൂടിയാണ് സർക്കാർ പറയുന്നത്. ഹർജിക്കാരുടെ വാദം എന്താണെന്ന് നോക്കാം. മുസ്ലിം സമുദായ അവകാശങ്ങളെ പൂർണ്ണമായി ഹനിക്കുന്ന നിയമ ഭേദഗതിയാണിത്. ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന സ്വത്താണ് വഖഫ്, മതേതര പ്രവൃത്തിയല്ല. തർക്കങ്ങളിൽ അവസാന തീരുമാനം സർക്കാരാണ് എടുക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥൻ്റേതാകുന്നത് ശരിയല്ല. വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അന്വേഷണ രീതി എങ്ങനെയെന്ന് വ്യക്തമല്ല. പഴയ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ മുത്തവല്ലിക്കെതിരെ നടപടി എന്നാണ് വ്യവസ്ഥ. പുതിയ നിയമത്തിൽ ഇത് വഖഫായി അംഗീകരിക്കുന്നില്ല എന്നും ഹർജിക്കാർ വാദിക്കുന്നു. ഭേദഗതി പ്രകാരം നിലവിൽ വഖഫായ സ്വത്ത് ആരുടേതായിരുന്നു എന്ന വിവരം നൽകണം. സംരക്ഷിത സ്മാരകങ്ങൾ വഖഫ് ആക്കില്ലെന്ന വ്യവസ്ഥ മൗലികാവകാശ ലംഘനമാണ്. വഖഫ് കൗൺസിലിലും ബോർഡുകളിലും ഇതര മതസ്ഥർ ഉൾപ്പെടുന്നത് അംഗീകരിക്കില്ല. 36A വകുപ്പ് തർക്കമുണ്ടാക്കി ആർക്കും വഖഫ് രജിസ്ട്രേഷൻ തടയാൻ അവസരമൊരുക്കും എന്നതൊക്കെയാണ് കോടതിയിൽ ഇവരുന്നയിച്ച വാദങ്ങൾ. എന്തായാലും ഇരുപക്ഷത്തിൻ്റെയും വാദം കേട്ട് കോടതി ഒരു തീരുമാനത്തിലേക്ക് കിടക്കുന്നു. പ്രധാനമായും സർക്കാർ ഊന്നുന്ന ഒരു കാര്യം, ഇത് പാർലമെൻറ്റിൻ്റെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി ഒരു കോടതി വിധിയെ വ്യാഖ്യാനിക്കും എന്ന തരത്തിൽ, അത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എങ്ങനെയായിരിക്കും കോടതിയുടെ ഒരു തീരുമാനം വരിക? ഇതുവരെ വന്ന വാദങ്ങൾ, കോടതിയുടെ ചോദ്യങ്ങളുമൊക്കെ വിലയിരുത്തുമ്പോൾ എന്ത് തോന്നുന്നു? ഇതിൽ ഹർഷൻ, നമ്മൾ നേരത്തെ ഇത് ചർച്ച ചെയ്താണ്. വഖഫുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന ആ കാര്യങ്ങളോടല്ല എനിക്ക് യോജിപ്പ് എന്നത് നമ്മൾ നേരത്തെയും ഇവിടെ പറഞ്ഞതാണ്. ഇതിൽ തന്നെ ഇപ്പം വഖഫ് അനിവാര്യമായിട്ടുള്ള മതാചാരമല്ല എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ വാദിച്ചത് എനിക്ക് അതിനകത്ത് തന്നെയും വലിയ പ്രശ്നമായിട്ട് തോന്നി. വഖഫ് അനിവാര്യമായിട്ടുള്ള മതാചാരമല്ല. ഏതെങ്കിലും ഒന്ന് മതാചാരമാണോ അല്ലയോ
എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണോ എന്ന ചോദ്യമാണ്. ഒരു രാഷ്ട്രീയ ബോഡിയാണോ മതാചാരം ഏതൊക്കെയാണെന്ന് നിശ്ചയിക്കേണ്ടതെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും അത് മുന്നേക്ക് വെക്കും. അതെങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് പറയാനാവുക? കേന്ദ്ര സർക്കാരാണോ പറയേണ്ടത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് വഖഫ് അനിവാര്യമായ മതാചാരമല്ല എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും അത് കൊണ്ടുവരും. അതോട് ചേർത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തിൽ തീർപ്പ് പറഞ്ഞ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ആ തീർപ്പ് പോലും ഇപ്പോൾ ചോദ്യം ചെയ്യത്തിൽ നിൽക്കുകയാണ്. അത് വിശാല ബെഞ്ചിലേക്ക് വിട്ടിരിക്കുകയാണ്. അതായത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകാം എന്നായിരുന്നല്ലോ കോടതി പറഞ്ഞിരുന്നത്. സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് തീരുമാനം എങ്ങനെയാണ് ഒരു കോടതി സ്വീകരിക്കുക എന്ന ചോദ്യം കൂടെ അതോടൊപ്പം വന്നിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വിശാല ബെഞ്ചിലേക്ക് വിട്ടിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ, വലിയ വിശാലമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അത് ഹോൾഡ് ചെയ്ത് വെച്ച നിലയിലാണല്ലോ. അതായത് സുപ്രീം കോടതി ദീർഘമായ കാലം എടുത്തിട്ട് ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശമാകാം എന്ന് വിധിച്ചു. അങ്ങനെയാണല്ലോ ഉണ്ടായത്. പക്ഷേ അങ്ങനെ വിധിക്കാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാ ബെഞ്ചിന് എന്താണ് റൈറ്റ് എന്ന ചോദ്യം കൂടെ സ്വാഭാവികമായിട്ടും അതോടൊപ്പം ഉയർന്നു വന്നത്. അതൊരു വിശ്വാസ പ്രശ്നമല്ലേ? വിശ്വാസ പ്രശ്നത്തിൽ എങ്ങനെയാണ് പുറത്തുള്ള ബോഡി ഇടപെടുക എന്ന തോതിലുള്ള ചോദ്യങ്ങൾ കൂടെ വെച്ചിട്ടാണ് അതിപ്പോൾ ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വഖഫിൻ്റെ കാര്യത്തിലും ആ ലോജിക്ക് വരുമല്ലോ. വഖഫ് അനിവാര്യമായിട്ടുള്ള മതാചാരമല്ല എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവിടെ ചെന്നിട്ട് ഒരു പൊളിറ്റിക്കൽ ബോഡിക്ക് പറയാൻ പറ്റുക എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ലീഗലായിട്ട് ചോദ്യമല്ല, സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഉള്ളിൽ വരും. അത് അതിര് കടന്നുള്ള വർത്തമാനമല്ലേ എന്ന് തോന്നും. പക്ഷേ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ അവിടെ അതിനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് വഖഫുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം വിശ്വാസ പ്രശ്നമല്ല, അത് സ്വത്ത് കൈകാര്യം ചെയ്യലാണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമ്മൾ ശബരിമലയിലെ പ്രശ്നം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്നത് ഒരു വിശ്വാസ പ്രശ്നമാണ്, വഖഫിലെ പ്രശ്നം ഒരു വിശ്വാസ പ്രശ്നമല്ല എന്ന കാര്യം അവർ ആദ്യമേ പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് ഒരു വിശ്വാസ പ്രശ്നമല്ല എന്ന് ഇവർ തീരുമാനിക്കുക എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരും. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് സക്കാത്ത്. ഇപ്പോൾ വിശ്വാസ പ്രശ്നമെന്ന് പറയുമ്പോൾ ഇത് ചാരിറ്റി എല്ലാ മതത്തിലും ഉണ്ട്. ചാരിറ്റി ഒരു മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല എന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ വാദിക്കുന്നത് അവിടെ തന്നെ പിശകല്ലേ എന്ന് നമുക്ക് തോന്നും. കാരണം മറ്റേതെങ്കിലും മതത്തെ വെച്ചിട്ടല്ലല്ലോ ഇസ്ലാം മതത്തിൻ്റെ പ്രശ്നങ്ങൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ വെച്ചാണ് പരിശോധിക്കേണ്ടത്. ഇസ്ലാം മതത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് മറ്റേതെങ്കിലും മതത്തിലോ സംവിധാനങ്ങളിലോ ഉള്ള ചാരിറ്റി പോലെയല്ല, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സക്കാത്ത്, ഞാൻ സക്കാത്ത് കൊടുക്കുക, പ്രത്യേക സമയത്ത് ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുക എന്നെൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. വഖഫും അതുപോലൊരു വിശ്വാസ പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കറിയാവുന്ന ഈ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വഖഫ് എന്നതൊരു വിശ്വാസ പ്രശ്നമാണ്. എൻ്റെ വിശ്വാസമാണ്, ഇസ്ലാം ആണ് ഞാനെങ്കിൽ എൻ്റെ വിശ്വാസമാണ് എൻ്റെ സ്വത്ത് ദൈവത്തിങ്കിലേക്ക് കൊടുക്കുക, മറ്റു കാര്യങ്ങൾക്ക് വഖഫായിട്ട് ചെയ്യുക എന്നെൻ്റെ വിശ്വാസ പ്രശ്നമാണ്. അത് വിശ്വാസ പ്രശ്നമല്ല, ചാരിറ്റി മാത്രമാണ് എന്ന് കേന്ദ്ര സർക്കാരിന് പറയാൻ എന്താണ് റൈറ്റ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്കകത്ത് നിന്നല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. എനിക്കറിയില്ല ഇതൊക്കെ കൂടിച്ചേർന്ന് എന്താണ് സംഭവിക്കുക, സങ്കീർണമായിട്ട് ലീഗൽ പ്രശ്നമാണ്, എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും അത് വഖഫ് മതാചാരമല്ല എന്ന് മറ്റു രാജ്യങ്ങളിലൊന്നും ഇതില്ലല്ലോ എന്നൊന്നും പറയുന്നത് ഒരു മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല എന്ന തോന്നലാണ് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കുണ്ടാവുക. നമുക്കറിയില്ല, നമ്മളല്ല ഇതിൻ്റെ എക്സ്പേർട്സ്, ലീഗലായിട്ടുള്ള ഏറ്റവും വലിയ ഒപ്പീനിയൻ നമ്മളൊന്നുമല്ല. പക്ഷേ ഇതൊരു മതേതര രാഷ്ട്രമാണ്. അവരവരുടെ വിശ്വാസം എന്നുള്ളത് അത് ആചരിച്ച് കൊണ്ടുപോകാൻ എല്ലാ അവകാശവും എല്ലാ മനുഷ്യർക്കും ഉള്ള, ഏതേത് മതജാതികളിൽപ്പെട്ടാലും അവർക്ക് വിശ്വാസമുള്ള ഒരു രാജ്യമാണിത്. കാലങ്ങളായിട്ട് ഇതിങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഒരു മതത്തിനകത്തുള്ള ആളുകളോട് കേന്ദ്ര സർക്കാരിനെ പോലൊരു പൊളിറ്റിക്കൽ ബോഡി പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക എന്ന തോന്നലാണ് എനിക്ക് ഇതെല്ലാം വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ആദ്യം തന്നെ ഇതിൽ ഇതര മതസ്ഥർ ഇതിൽ ഈ കമ്മിറ്റികളിൽ ഉൾപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായും അത് ഒരു തരത്തിലും ന്യായീകരിക്കത്തക്കതായിരുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ വരുമ്പോഴൊക്കെ വിലയിരുത്തി പോകുന്നത്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതിയിൽ പറയുന്ന ന്യായവാദങ്ങളായാലും സർക്കാരിൻ്റെ വാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഇതര മതങ്ങളുമായി താരതമ്യം ചെയ്താണ് അവർ അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു വാദം പോലും അവിടെ ആ നിലയ്ക്ക് ഉന്നയിക്കപ്പെടുന്നത് ശരിയല്ല ഒരു മതേതര രാജ്യത്ത്, ഒരു മതനിരപേക്ഷ രാജ്യത്ത് എന്നുള്ളത് തന്നെയാണ് സംശയമില്ലാത്ത കാര്യം. വിവിധ ക്ഷേത്രങ്ങളിൽ കോടതി ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സർക്കാരിന് ഇടപെട്ട് തീരുമാനം തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാട്ടുന്നത് വിവിധ ക്ഷേത്രങ്ങളെയൊക്കെയാണ്. അതെങ്ങനെയാണ് ഇത് അത് മാത്രമല്ല, ഈ സക്കാത്തിനെ അവർ കണക്ക് കൂട്ടുന്നത്, സക്കാത്ത് ഇന്ന് ആ മതത്തിൻ്റെ ഇന്ത്യയിൽ മാത്രമുള്ള ഈ ഒരു സംഗതി അല്ല. ആ മതവിശ്വാസികളായ ഉള്ള ആളുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാവരും അതവരുടെ ഒരു ആചാരമായി തന്നെ നടപ്പാക്കി പോരുന്നതാണ്. ദാനധർമ്മം എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അതിനെ പരിരക്ഷിച്ച് പോരേണ്ട ഉത്തരവാദിത്വം ആ മതത്തിനുള്ളിൽ തന്നെ ഉള്ളവർക്കുണ്ട്.
അതിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഇപ്പോൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഉദാഹരണം നമ്മൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമി വഖഫ് സ്വത്തിനെ കൈവശപ്പെടുത്താൻ ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കൊടുത്തു. ആ രീതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനുള്ളിൽ നിന്ന് തന്നെ ഒരു പ്രതിഷേധ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും. അത് പരിഹരിക്കാനുള്ള കോടതികൾ ഇവിടെ ഉണ്ട്. അവിടെ എന്ത് സിവിൽ നിയമങ്ങളാണോ അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ നിയമം ഏർപ്പെടുത്തേണ്ട സാഹചര്യം അവിടെ ഉണ്ട്, അതുകൂടി ഉൾപ്പെടുത്തി അത് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടോ, അതിനെല്ലാം ഉള്ള നിയമങ്ങൾ ഇവിടെ വേറെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഈ നിലയ്ക്ക് ഇടപെടേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും വിശാലമായ വാദം കേൾക്കാനിരിക്കുകയാണ്. ഏപ്രിൽ 17 ഈ തൽസ്ഥിതി തുടരാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ആ തൽസ്ഥിതി തുടരുകയും ചെയ്യുന്നു എന്നുള്ളത് ഇതിനെ എതിർക്കുന്ന നിയമത്തെ എതിർക്കുന്ന ആളുകളെല്ലാം, ഈ വഖഫ് ഭേദഗതി എതിർക്കുന്ന ആളുകളെല്ലാം അത് വളരെ പോസിറ്റീവായ ഒരു സംഗതിയായിട്ടാണ് ആ ഒരു കോടതിയുടെ ഒരു ജസ്റ്ററിനെ കണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ധാരാളം സംഘടനകൾ, 140-ലേറെ സംഘടനകളാണ് ഒരുമിച്ച് ഈ വിഷയത്തിൽ കോടതിയെ ഇതിനെ എതിർക്കാൻ സമീപിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും കടലാസ് സംഘടനകളല്ല. പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. കോടതിയിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അവർ കക്ഷി ചേർന്നിരിക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. ഇത് ഈ കേസിന് ഒരു കരുത്ത് പകരുന്നുണ്ട്. ഇത് ഒരു എന്താണ്, വസ്തുതാപരമാണ് ഈ വാദങ്ങൾ എന്നുള്ള തോന്നൽ. അതുമാത്രമല്ല, വലിയൊരു സമൂഹത്തിൻ്റെ ഒറ്റക്കെട്ടായ ഒരു വാദമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ള തോന്നൽ കോടതിക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം. മറ്റൊന്ന്, ഈ ചീഫ് ജസ്റ്റിസിൻ്റെ മാറ്റമാണ്. ഈ വിശദമായ വാദങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളത് ഇദ്ദേഹമാണ്, സഞ്ജീവ് ഖന്നയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇത് മെയ് 15 പുതിയ ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലേക്ക് എത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ കേസിൻ്റെ ഗതി വേറൊരു തരത്തിൽ മാറിയേക്കാം എന്ന് കൂടിയാണ് കരുതുന്നത്. എന്തായാലും ശ്രദ്ധിക്കേണ്ടുന്ന സംഭവങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ പരിഗണിച്ചപ്പോൾ നേരത്തെ സുപ്രീം കോടതി നടത്തിയ നിർണായക നിരീക്ഷണം. ഉപയോഗം വഴിയോ കോടതി ഉത്തരവിലൂടെയോ വഖഫായി മാറിയ സ്വത്തുക്കൾ അതേ സ്റ്റാറ്റസിൽ തുടരണമെന്നും വഖഫ് ബോർഡിലോ കൗൺസിലിലോ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാം മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണമെന്നും കോടതി അന്ന് വാക്കാൽ പറഞ്ഞു. ക്ഷേത്ര ബോർഡുകളിലും മറ്റും ഇതര മതസ്ഥരുണ്ടോ എന്നുവരെ കോടതി അന്ന് തുഷാർ മേത്തയോട് ചോദിച്ചിരുന്നു. ഇന്ത്യൻ ജനാധിപത്യം ചരിത്രസന്ധിയിൽ നേരിടുന്ന ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലെല്ലാം ജുഡീഷ്യറി അതിൻ്റെ കടമ ചെയ്തിട്ടുണ്ട്. വിശ്വാസികൾ ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവകകൾ കൈകാര്യം ചെയ്യേണ്ടത് ആ വിശ്വാസമുള്ളവരായിരിക്കണം എന്നതൊരു സാമാന്യധർമ്മമാണ്. ബഹുസ്വരത അടിപ്പടവായ ഇന്ത്യൻ ജനാധിപത്യത്തിന് ആശാവഹമായൊരു വിധി കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.